ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ. 5 മിനിറ്റേ അധികമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് നമുക്കൊന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനേക്കാളും ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മളിതുപോലെ ഓരോ സ്ലൈസസ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നിങ്ങൾ ഒഴിവാക്കൊന്നും വേണ്ട കേട്ടോ. അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഒന്ന് വറുത്ത് വെച്ചാൽ മതി. ബ്രെഡ് ക്രംസിൻ്റെ എന്താവശ്യത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വക്കൊക്കെ കുട്ടികൾ അധികം ഇഷ്ടപ്പെടാത്തതാണ്, ഈ ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ. അപ്പോൾ ഓരോ പീസിലും നമ്മളിതുപോലെ പീനട്ട് ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പീനട്ട് ബട്ടറിന് എടുക്കുക കേട്ടോ. ഇതിന് നമ്മൾ ഷുഗറൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പീനട്ട് ബട്ടർ ആവും നന്നാവുക. ഇനി ന്യൂട്ടല്ലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. ന്യൂട്ടല്ലേ വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്പ്രെഡൊക്കെ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ സ്ലൈസിലും തേച്ചിട്ട് വേറൊരു സ്ലൈസ് കൊണ്ട് നമ്മളിത് കവർ ചെയ്തെടുക്കുക. എളുപ്പമാണല്ലോ. ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്നാണ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് എടുക്കുക. ഒരു പാനിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 2 ഭാഗവും ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കാനുള്ള ആ ഒരു പാകത്തിന് ഒഴിച്ചെടുത്താൽ മതി. ഒരുപാട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭാഗം ഏകദേശമായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പായിരിക്കും കേട്ടോ. ഉള്ളിൽ നല്ല ഒരു പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു ക്രീമി ഇതുണ്ടാവും ചെയ്യും. മുകൾ ഭാഗം നല്ല ക്രിസ്പായിരിക്കും. ഇനി ചൂടോട് കൂടി തന്നെ കുറച്ച് പഞ്ചസാര നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ 2 ഭാഗത്തും നന്നായിട്ട് തന്നെ ആ ഒരു പഞ്ചസാരയുടെ തരി ആവുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് പീനട്ട് ബട്ടർ അധികം മധുരമില്ലല്ലോ. അപ്പോൾ ആ ഒരു മധുരം കൂടെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ ബാലൻസ് ആയിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല ക്രിസ്പും ആയിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അത് വൈകുന്നേരത്തിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ സാധാരണ ബ്രെഡിൽ പീനട്ട് ബട്ടറൊക്കെ തേച്ച് കൊടുക്കുന്നതിന് പകരം ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്കും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല ടേസ്റ്റി ഈസിയുമായിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.